അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മടവൂരിലേക്ക് ഞങ്ങൾ സിയാറത്ത് പോയിരുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ് CM വലിയുല്ലാഹി തങ്ങൾ. മരണശേഷവും തങ്ങളുടെ കറാമത്തുകൾ അനുഭവിച്ചറിഞ്ഞവരാണ് പലരും. എനിക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്ത് പ്രയാസം വരുമ്പോഴും ആര് കൈവെടിഞ്ഞാലും നിങ്ങൾ തളരരുത്. മഹാനായ CM വലിയുല്ലാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഫാത്തിഹയോ യാസീനോ നേർച്ചയാക്കുക. മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടി ഉത്തരം നൽകുന്നതാണ്. ചെറിയ ചെറിയ പ്രയാസങ്ങളുള്ളവർ മഹാന്റെ പേരിൽ എല്ലാ ദിവസവും ഫാത്തിഹ ഓതുക. 1, 7, 11, 41, 313 എന്നിങ്ങനെ കഴിയും വിധം ഓതുക. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവിടുത്തെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്യുക. എല്ലാ ദിവസവും ഈ എണ്ണമനുസരിച്ച് തന്നെ ചെയ്യുക. വലിയ വലിയ പ്രയാസമുള്ളവർ അവിടത്തേക്ക് ഖത്തം ഓതി ഹദിയ ചെയ്യുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പൂർണ്ണമായി പിൻപറ്റിയ അദ്ദേഹത്തെ ജനങ്ങൾ വളരെയധികം സ്നേഹിച്ചു. വിനയവും സത്യസന്ധതയും അനുസരണയും കൃത്യനിഷ്ഠതയും ഒത്തിണങ്ങിയവരായിരുന്നു തങ്ങൾ. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ ഗുണങ്ങളെല്ലാം തങ്ങളിലുണ്ടായിരുന്നു. കളിച്ചു നടക്കേണ്ട സമയത്തും തങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചിലവഴിച്ചു. രാത്രിയിൽ നീണ്ട നിസ്കാരത്തിനായി അദ്ദേഹം സമയം ചിലവഴിച്ചു. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദ് പറയുന്നു, ദിവസവും 100 റക്അത്ത് രാത്രി നിസ്കരിക്കുമായിരുന്നു തങ്ങൾ. തുടർച്ചയായ വ്രതം, നിസ്കാരം, ഖതമുൽ ഖുർആൻ, സുക്കൂത്ത് തുടങ്ങിയ ഇബാദത്തുകളിൽ കടുത്ത ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഒരു ദിവസം 2 കാരക്ക, 2 ദിവസത്തിനുള്ളിൽ അല്പം ആട്ടിൻപാൽ, മറ്റു ദിവസങ്ങളിൽ ചൂടുവെള്ളം, ഇതായിരുന്നു തങ്ങളുടെ ഭക്ഷണചര്യ. പറഞ്ഞാൽ തീരാത്തത്ര കറാമത്തുകളുണ്ട്. രോഗിയായി വരുന്നവരോട് അതു നിനക്ക് വേണ്ട എന്നൊരു വാക്കു മതി, പിന്നെ ആ രോഗം അവർക്കുണ്ടാവില്ല. തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അബൂബക്കർ ഹാജി തന്നല അദ്ദേഹത്തെ സന്ദർശിച്ചു. അബൂബക്കർ ഹാജിക്ക് വയറ്റിൽ ക്യാൻസർ ആയിരുന്നു. കോഴിക്കോട്ടെ പ്രശസ്ത ഹോസ്പിറ്റൽ കാണിച്ചു. എന്നിട്ടാണ് തങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഹാജി പറഞ്ഞു, എനിക്ക് വയറ്റിൽ ക്യാൻസറാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഫ് കഴിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഉടനെ തങ്ങൾ പറഞ്ഞു, താങ്കൾ വീട്ടിലേക്ക് പോവുക, ബീഫ് വയർ നിറച്ച് കഴിച്ചോളൂ. തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഹാജി ചെയ്തു. പോകുന്ന വഴിക്ക് ബീഫും പൊറോട്ടയും ഹോട്ടലിൽ കയറി കഴിച്ചു വീട്ടിലേക്ക് പോയി. അയാൾക്ക് മരിക്കുന്നത് വരെ ആ രോഗം ഉണ്ടായിട്ടില്ല. ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോവാൻ തീരുമാനിച്ചിരിക്കുന്നു. തങ്ങൾ പറഞ്ഞു, താങ്കൾ ഇപ്പോൾ പോകേണ്ടതില്ല. അയാൾ തങ്ങളുടെ വാക്കു കേട്ട് ഹജ്ജിന് പോയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ ഉപ്പ മരിച്ചു. പിന്നീട് ഉമ്മയും മോനും ഒരുമിച്ച് ഹജ്ജിന് പോയി. മറ്റൊരു സംഭവം, ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിസയുണ്ട് ഗൾഫിലേക്ക് പോകാൻ. തങ്ങൾ പറഞ്ഞു, നിനക്ക് വിസയില്ല. അയാളുടെ കുടുംബക്കാർ അത് വിശ്വസിച്ചില്ല. അയാളെ നിർബന്ധിച്ച് ഗൾഫിലേക്ക് അയച്ചു. പക്ഷേ അത് കള്ള വിസയായിരുന്നു. അയാൾ ജയിലിലകപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര കറാമത്തുകളുള്ള മഹാനാണ് CM വലിയുല്ലാഹി തങ്ങൾ. നിയ്യത്തോടു കൂടെ ആത്മാർത്ഥമായി തന്നെ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ഓതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി തരട്ടെ. ആമീൻ. അല്ലാഹുവേ, ഈ മഹാന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഫോർ വാച്ചിങ്.